അംബികയ്ക്ക് പിന്നാലെ രഞ്ജിത്തും യാത്രയായി. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ തനിച്ചായി. സംസ്ഥാന പാതയിൽ കിളിമാനൂർ പാപ്പാലയിൽ ഇക്കഴിഞ്ഞ 4-നുണ്ടായ വാഹനാപകടത്തിൽ കുമ്മിൾ പുതുക്കോട് സ്വദേശിനി അംബിക മരണപ്പെട്ടിരുന്നു. അംബികയുടെ ഭർത്താവ് ചികിത്സയിലായിരുന്ന രഞ്ജിത്തും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ നിയന്ത്രണം വിട്ട ജീപ്പ് ഇടിക്കുകയായിരുന്നു. ശരീരത്തിലൂടെ ജീപ്പ് കയറിയിറങ്ങിയാണ് അംബിക മരിച്ചത്. അപകടത്തിന് ശേഷം ജീപ്പ് നിർത്താതെ പോവുകയും ചെയ്തിരുന്നു. അപകടത്തിൽ രഞ്ജിത്തിന്റെ വാരിയലുകൾക്ക് പരിക്കേറ്റിരുന്നു. തിങ്കളാഴ്ച ആശുപത്രിയിൽ പോയി വന്ന ശേഷം രഞ്ജിത്ത് വീട്ടിൽ കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം നാട്ടുകാർ ജീപ്പിലുണ്ടായിരുന്ന ഒരാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചുവെങ്കിലും പോലീസ് അയാളെ വിട്ടയച്ചു എന്ന് മാത്രമല്ല, ഒരു പ്രതികളെയും പിടികൂടാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് രഞ്ജിത്ത് കൂടി മരണപ്പെടുന്നത്. ഇന്നലെ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ജീപ്പിന് ആരോ തീയിട്ടു. അങ്ങനെ പോലീസുകാരുടെ തമ്പുരാന്മാരുടെ തിരുവാഹനം തീപ്പെട്ടു. അപകടം നടന്ന് 2 ആഴ്ചയിലധികം കടന്നു പോകുന്നു. പക്ഷേ കിളിമാനൂർ പോലീസിന് ആരെയും പിടികൂടാൻ മനസ്സില്ല. വാഹനത്തെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പോലീസിനറിയാം. അതുകൊണ്ട് തന്നെ ആരൊക്കെ വാഹനത്തിലുണ്ടായിരുന്നു എന്നതും വ്യക്തം. പക്ഷേ ആരെയും പിടികൂടിയിട്ടില്ല. അതാണ് കിളിമാനൂർ പോലീസ്. മുകളിൽ നിന്നുള്ള വിളികളോ ഗാന്ധിത്തലയുള്ള താളുകളോ ഏതാണെന്നറിയില്ല ഇതിനൊക്കെ തടയിടുന്നത്. മരണം 2 ആയിട്ടും പോലീസിന് മനസ്സു മാറുന്നില്ല.